യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി ഈശോയെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും ഈശോയെ ആത്മാവിന്റെ അഗ്നി അയക്കണമേ. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. സാക്ഷികളാക്കി ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ ഈ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കുറേ ആൾക്കാർ നമ്മുടെ ഈ ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടുന്നത് പള്ളിയിലിരുന്ന് കൂടുന്ന പോലെയാണെന്നാണ് അവർ പറയണത്. അവർ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചു, ശിരോവസ്ത്രമിട്ട് ഭക്തിയോടെയാണ് അവർ വീടുകളിലെ ഈ മൊബൈലിൽ നിന്ന് ടി വിയിലേക്ക് ഉടമ്പടി ധ്യാനം കണക്ട് ചെയ്തുകൊണ്ട് കൂടുന്നത്. അവർ കർത്താവ് അതിലൂടെ എന്നോട് സംസാരിക്കും. ഓരോരുത്തർക്കും ഓരോ വിശ്വാസ തോതുകളാണ്. ചിലർ കർത്താവ് അതിലൂടെ എന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് കൂടുന്നത്. ചിലർ ടി വി ഒരു പരിപാടി കാണുന്ന പോലെ കൂടും, ഒരു പ്രോഗ്രാം കാണുന്ന പോലെ കൂടും. എന്നിട്ട് ഇടയ്ക്ക് പോയി വേറെ കാര്യം ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്യും. കുറേ ധ്യാനം കൊണ്ടുവരുന്ന ഇടയ്ക്ക് അവരുടെ പുറത്ത് പോയി ആരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ വരികയാണെങ്കിൽ ഫോൺ എടുക്കും. അങ്ങനെ കൂടുന്നവരുണ്ട്. ഓരോ തരത്തിലും നമുക്ക് നൽകുന്ന ഓരോ നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുന്നത്, അത് തന്നെയാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത്. അതെപ്പോഴും ഓർത്തേക്കണം. നമ്മൾ ഭക്തിയോടെയും തീവ്ര സ്നേഹത്തോടെയുമാണ് വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഈശോ പറഞ്ഞ വാക്ക് എന്താണ്? പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. അത് ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. മത്തായി 10:41. മത്തായി 10:41. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിച്ചു പോയിക്കേണ്ട ഒരളവ് പോലാണ്. കർത്താവ് ഈ നിലപാടിൽ ഇതൊരു അളവുകോലാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ദൈവതിരുസന്നിധി വ്യാപരിക്കുന്നത്, അതിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അളക്കുന്ന അതല്ലേ, അത് സെയിമാണിത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 6:38. ലൂക്കാ 6:38. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ നമ്മൾ അത് നമുക്ക് ഒരു വലിയൊരു വലിയ വാതിലാണത്. അതായത് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ അനുപാതികമായൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അശ്രദ്ധയായിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവനാവും. ഇപ്പോൾ ഈ രശ്മി തോമസിൻ്റെ കഥകൾ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെന്നാ ചെയ്യണത്? അവർ ഈ മുറി അടച്ചിട്ട് ഈ ഓൺലൈനിൽ ധ്യാനം കൂടുന്നത് ശിരോവസ്ത്രമിട്ട് ഭക്തിയുടെ കൂടുന്നത്. അതിൻ്റെ ഗുണം എന്താ? അവരോടങ്ങനെ കൂടുമ്പോൾ തന്നെയാണ് ഓൺലൈനിൽ മെസ്സേജ് വരണത്, നിങ്ങളുടെ അടിവയറിൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ യൂട്രോ പൊലാപ്സ് ഉടമ്പടി, അതായത് ഗർഭപാത്രം ഇറങ്ങുന്ന രോഗം കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റുന്നുവെന്ന്. അപ്പോൾ അതെന്താണ്? എത്രയോ കിലോമീറ്റർ അവർ സ്വന്തം വീട്ടിൽ മുറി അടച്ചിട്ട് ടി വി കൂടുന്ന ധ്യാനത്തിൽ
വർഷങ്ങളായിട്ടുള്ള ഈ രക്തം പോക്കും ഗർഭപാത്രം ഇറങ്ങി വരുന്നതും ആ സെക്കൻഡ് നിൽക്കുകയാണ്, പിന്നെ വന്നിട്ടില്ല. അത് അത്രയും സ്പീഡ്. അതാണ് വിഷയം. നമ്മൾ അളക്കുന്ന, എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ദൈവവചനം കേൾക്കണത്? എന്തിനാണ്? ദൈവത്തിൻ്റെ ചുറ്റുപാടുകൾ അറിയാൻ വേണ്ടിയാണ്, അല്ലേ? ദൈവത്തിന് അറിഞ്ഞിട്ട് ദൈവം ആരാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഈ വചന പ്രഘോഷണത്തിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും സരോപദേശം കേൾക്കാൻ വേണ്ടിയല്ല. ശരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കണമെന്ന് അറിയണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്കറിയണം. ദൈവത്തിൻ്റെ ഓരോ പെരുമാറ്റ രീതികളും അറിയണം. ദൈവം ഏത് പെരുമാറ്റത്തിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്, പ്രതികരിക്കണമെന്ന് അറിയണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ഒരു നല്ല കാലാവസ്ഥ. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരില്ലേ? ഉടമ്പടിയിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ, അത് ഇങ്ങനെ ഒരു ക്രിയ പോക്കുന്ന പോലെ ഉടമ്പടി എടുത്തതാണല്ലേ, എന്നാൽ 10 രോഗികളെ കണ്ടേക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ, അപ്പോൾ ഇങ്ങനെ രോഗികളെ പോയി ആശുപത്രി പോയി കണ്ടില്ലെങ്കിൽ, ഇനി ഉടമ്പടിയിൽ ഉള്ള കാര്യം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 50% 60% ആൾക്കാർ അങ്ങനെയാണ് ആ വിഷയത്തെ സമീപിക്കുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ, എന്നാൽ രോഗികളെ ആശുപത്രി പോയി കാണണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ക്രിയ പോക്കാൻ വേണ്ടി ആ ഒരു ഉത്തരവാദിത്വത്തിന് നമ്മളിനി ആശുപത്രിയിൽ പോയി രോഗികളെ കാണാത്തത് കൊണ്ട് ഉടമ്പടി വെച്ച് കാര്യം നടന്നില്ലെന്ന് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആക്കാനും വേണ്ടി ഓക്കാനിക്കണമെന്ന് പറയും മലയാളത്തിൽ. വെറുതെ പോയി രോഗികളെ കണ്ടിട്ട് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്ത് പോരും. അതല്ല ശരിക്കും പറഞ്ഞാൽ അവർ വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്താണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? അതിൻ്റെ വചനപ്രഘോഷണം എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നാണ് അതിൻ്റെ വചനപ്രഘോഷണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുണവിടംബരയാണ്. അത് നമ്മളുടെ ഉടമ്പടി നിയോഗം വരെയാണ് നിങ്ങളത് വരവ് വെക്കുന്നത്. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളുടെ നിയോഗം വരെ, നിങ്ങൾക്ക് ജപ്തി നടപടി മാറുന്നവരെ എന്നാൽ രോഗികളെ കണ്ടേക്കാം, ജോലി കിട്ടുന്നവരെ രോഗികളെ കണ്ടേക്കാം, അല്ലെങ്കിൽ വിസ പുതുക്കി കിട്ടുന്നവരെ രോഗികളെ കണ്ടേക്കാം. അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ രീതി എന്ന് പറയണത്, അങ്ങനെ ഈശോ മറ്റുള്ളവരെ തന്നെ കണ്ടുകൊണ്ട് അവരെ പരിചരിച്ചവരോട് പറയണത് എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ എന്ന് പറഞ്ഞേ. ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവേൻ. ഈ കാരുണ്യ പ്രവൃത്തികളെ ദൈവം നിങ്ങളുടെ ജപ്തി നടപടിയുമായിട്ടും വിസ പുതുക്കലുമായിട്ടും കല്യാണമായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പിതാവിനാൽ നിത്യതയിൽ നമ്മൾ എത്തുമ്പോൾ പിതാവ് നമ്മളെ സ്വീകരിക്കുന്നത് ഈ കാരുണ്യ പ്രവൃത്തിയുടെ ബേസ്മെൻറ്റിലാണ്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:34. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും.
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പോൾ ഇതാണ് ഈ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മുടെ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന നിയോഗങ്ങളല്ല, മറിച്ച് എന്താണ്? നിത്യതയിലെ ദൈവത്തെ കണ്ടെത്തുന്നവരെ. അപ്പം നിത്യജീവൻ്റെ അംശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സൽപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികളെയും ഈശോ വന്നപ്പോൾ ഈശോ അത് നിത്യജീവനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ സമരക്കാരൻ്റെ കഥ പറയത്തില്ലേ, സമരക്കാരൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഒരു മനുഷ്യൻ ജെറുസലേമിലും ജെറീക്കയിലൊക്കെ പോയി, അവനെ കള്ളന്മാർ അവനെ പിടിച്ചു, മൃതപ്രായനാക്കി വഴിയിലേക്ക് എറിഞ്ഞു. ആ വഴി പല ആൾക്കാരും കടന്നു പോയി. അവസാനം ഒരു സമറിയക്കാരൻ വന്നു. ആ സമറിയക്കാരൻ വന്ന് അയാളുടെ വ്രണങ്ങളെ എണ്ണയും വീഞ്ഞും ഒഴിച്ച് അതിനെ വെച്ച് കെട്ടി ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കി 2 ദിനാറ കൊടുത്തു. അത്രയും ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഒരു വാക്ക് പറയുന്നുണ്ട് ആ കഥയിൽ. എന്താണ്? എന്തെങ്കിലും കൂടുതൽ ചിലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്ന് വീട്ടിൽ കൊള്ളാം. ആ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോയാണ് തിരിച്ചു വരണത്. തൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് ഈ പറയണത്. ലൂക്ക 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതാണ് സൽപ്രവൃത്തികളുടെ മെച്ചം. എന്താ സൽപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. രോഗിയാകാൻ നിർബന്ധമില്ല. ചിലപ്പോൾ കല്യാണത്തിന് ആ തക്ക സമയത്ത് കാശ് തീർന്നു പോണ കേസാകാം. ഇന്നലെ ഒരുത്തൻ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും, ഞങ്ങളുടെ വീട് ജപ്തിയാണ്, അപ്പോൾ എനിക്ക് പരിചയമുള്ളവനാണ്, അപ്പോൾ അച്ഛനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നത് അർത്താറൊന്നും വല്ല ചോദിക്കട്ടെ, ഇത് പുറത്തിറങ്ങി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച്. കാര്യം എനിക്ക് എൻ്റെ അകത്ത് ഒരു ഈർച്ച തോന്നിയില്ല. എന്താ കാര്യം? അവൻ്റെ അവസ്ഥയാണ്, ഓരോരുത്തരുടെ അവസ്ഥയാണേ അവരെ കൊണ്ട് ഓരോ കാര്യം ചെയ്യിക്കണത്. അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് സിറ്റുവേഷൻ. അതാണ് അവിടെ സ്ഥലം വിട്ടുപോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്നാണ് പറയണത്. ഇവൻ്റെ കാര്യം എന്തുമാകാം. അത് ഇതിൻ്റെ അകത്ത് പറയുന്ന ഈ കാരുണ്യ പ്രവർത്തികൾ 14 ആയിരിക്കത്തില്ല. അവിടെയാണ് വിഷയം വന്നത്. കർത്താവ് എന്താണ് ഈ കാരുണ്യ പ്രവൃത്തികൾക്ക് വേറെ ഒരു വാതിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അത് കാരുണ്യ പ്രവൃത്തികളെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കാര്യം ഒന്നാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ ഇവളുടെ കാര്യം. എന്താണ് കാര്യം എന്ന് വെച്ചാൽ എന്താണ് കാര്യം? ഇപ്പോഴെന്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ പ്രളയമൊക്കെ വന്നില്ലേ? പ്രളയമൊക്കെ വന്ന് ഇവിടുന്ന് കുറേ ഉടുപ്പുകളും പയറും അരിയും എല്ലാം നമ്മൾ കയറ്റിവിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊടുത്തു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കണത് എന്താണ്? പാഡ് ഉണ്ടെന്നാണ് ചോദിക്കണത്. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അതാണ് ചോദിക്കണത്. കാര്യം ക്യാമ്പിൽ വർഷങ്ങളോളം മാസങ്ങളോളം ലേഡീസ് താമസിക്കുകയാണ്. അവർക്കവിടെ പ്രാഥമിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംവിധാനമില്ല. അപ്പോൾ ഈ ഉടുപ്പ് കൊണ്ട് ചെല്ലുന്നവരോട് ചോദിക്കുന്നത് അതാണ്. അപ്പോൾ അവിടെ അതാണ് അത്യാവശ്യം. അതാണ് ഇവൻ്റെ കാര്യം, ഇവളുടെ കാര്യം എന്നൊക്കെ പറയണം. ബൈബിളിൽ അത് വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാരുണ്യ പ്രവർത്തികളെ 14 ചുരുക്കണ്ട. ഓരോ മനുഷ്യനെയും ഓരോ കാര്യങ്ങളായിരിക്കും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി അങ്ങയെ ശുശ്രൂഷിക്കുന്ന പോലെ അവരെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ ഉടമ്പടി മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അപ്പൊ ഇപ്പൊ ഒരു പുതിയ വാക്ക് വന്നില്ല. എന്താണ്? ഉടമ്പടി മനസ്സ്. അതാണ് വിഷയം.
നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ഉടമ്പടിയിലാണ്. അപ്പോൾ അത് ആ ഒരു മാറ്റം മനസ്സിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. എൻ്റെ മനസ്സ്, ഞാൻ ഉടമ്പടി ചെയ്തു, പക്ഷേ എൻ്റെ മനസ്സ് ഉടമ്പടി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഒരു സീരിയസ് വിഷയമാണ്. നമ്മൾ ഫിസിക്കൽ കവനൻ്റാണ് ചെയ്തിരിക്കുന്നത്, ശരീരം കൊണ്ടും കൈകൊണ്ടുമാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ മനസ്സ് ചിലപ്പോൾ ഉടമ്പടിയുമായിട്ട് യോജിക്കത്തില്ല. മനസ്സ് ഭയങ്കര യുദ്ധമായിരിക്കും. അപ്പോൾ 5 മണിക്ക് എഴുന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ടൈമിനാണ് പ്രാധാന്യം. 5:30 തൊട്ട് 6 മണിയാകുമ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളത്, അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടമ്പടി മനസ്സ് നിങ്ങൾക്കില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഉടമ്പടി മനസ്സ്, ഇപ്പം ഞങ്ങൾ ഇപ്പം രാവിലെ 6 മണിക്ക് ഇവിടെ ഈ ധ്യാനമാണ്. അപ്പോൾ ഇവരെല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് വന്നവരാ, അവരതനുസരിച്ച് 4 മണിക്ക് എഴുന്നേറ്റ് കാണും. അപ്പം അതിനോട് മനസ്സ് യോജിക്കുകയാണ്. നിങ്ങളും അങ്ങനെ വന്നിട്ടുള്ള ആരാധനയ്ക്ക് വേണ്ടി എത്രയോ ദിവസം നേരത്തെ ഒരുങ്ങി വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഇതുപോലെ തന്നെ ഒരു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഉടമ്പടി മനസ്സ് രൂപപ്പെട്ടു വരാൻ വേണ്ടി ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗുണപരമായ നിലവാരം വളർന്നു വരുവാൻ ഉടമ്പടി മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ശ്രുതികണേ. ശ്രദ്ധപ്പാട് എല്ലാവരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രഥമ ദൃഷ്ട്യാ നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം പെട്ടെന്നുണ്ടാകാൻ വേണ്ടിയാണെങ്കിലും അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ദൈവം തന്നെയാണ് അതിൻ്റെ നിയോഗം. ദൈവം നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം തന്നെയാണ്. എന്താണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ വാഗ്ദാനം, അത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നതെല്ലാം, ചൊല്ലുന്ന കാര്യങ്ങളല്ല. ചൊല്ലുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. ചെല്ലണ കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രാർത്ഥന ഒരു നിവൃത്തിയില്ലാത്തവന് നമുക്ക് ചെല്ലാനല്ലേ പറ്റത്തുള്ളൂ. ചെയ്യാൻ കഴിവുള്ളവന് അവൻ്റെ ദൈവസ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ചെയ്തും തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉദ്ദേശം, ഉടമ്പടിയുടെ നിയോഗം അങ്ങ് തന്നെയാണെന്ന് മനസ്സിലാക്കി അങ്ങയെ നേടുവാനും അങ്ങയുടെ കൂടെ ജീവിക്കുവാനും അങ്ങയുടെ സന്തതമായ സാന്നിധ്യം, സഞ്ചാര സാന്നിധ്യം എല്ലാ ദിവസവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ആത്മീയമായി വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ
മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ തിരുവചനം വളരെ വളരെ ഉടമ്പടിയുമായിട്ട് കുറേ ഇങ്ങനെ ബന്ധപ്പെട്ട വചനം. നമ്മുടെ വിഷയം എന്താ? ഉടമ്പടി മനസ്സെന്ന നമ്മുടെ വിഷയം. ക്വാളിറ്റേറ്റീവ്ലി ആയിട്ടുള്ളൊരു ചേഞ്ച്, ഗുണനിലവാരമായിട്ട് ഉടമ്പടി ജീവിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഉടമ്പടി മനസ്സ് രൂപപ്പെട്ട് വരണം. കാര്യം ദൈവം ഈ ബോഡിയോടാണ് അല്ല ഉടമ്പടി ചെയ്യണത്. ബോഡിയുടെ കാര്യം പറയുമ്പോൾ കർത്താവ് പറയും ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ലെന്നാണ് പറയണത്. അത് ഉടമ്പടിക്ക് പോയി ശരീരം ഒന്നിനും, ആത്മാവാണ് ജീവൻ നൽകണത്, ജഡം ഫലശൂന്യമാണ് എന്ന് പറയുമ്പോൾ ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ലെന്ന ഒരു നിലപാടാണ് ഈശോയ്ക്കുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉടമ്പടി എപ്പോഴും മനസ്സുകൊണ്ട് ചെയ്യാൻ നോക്കണം. ഉടമ്പടി മനസ്സുകൊണ്ട്, അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയുന്നത്. ഞാൻ ഉടമ്പടിയിലാണെന്ന് എൻ്റെ മനസ്സ്, അപ്പം അത് ഉടമ്പടി മനസ്സ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മനസ്സാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ആ ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിലെ രശ്മി തോമസിൻ്റെ സാക്ഷ്യങ്ങൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കൊരിക്കൽ ജോലി ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ജോലിയും അവരുടെ ഉടമ്പടിയും തമ്മിൽ പൊരുത്തപ്പെടണില്ല. കാര്യം ജോലി നോക്കിയാൽ ഉടമ്പടിയിൽ പാലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരിരുന്ന് മാതാവുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, ഞാനിങ്ങനെ ജോലിയുമായിട്ട് പോയാൽ എനിക്ക് ഉടമ്പടി ജീവിതം പറ്റത്തില്ല, ഉടമ്പടി ജീവിച്ചാൽ ജോലി പോകും. അപ്പം ഞാൻ ഉടമ്പടിക്ക് വേണ്ടിയാണോ ജോലി, അത് ജോലിക്ക് വേണ്ടിയാണോ ഉടമ്പടി? അപ്പോൾ ഉടനെ അവൾക്ക് അവർക്ക് പരിശുദ്ധാത്മാവ് ഇത്തിരി കൂടുതലായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ജോലിക്ക് വേണ്ടിയല്ല ഉടമ്പടി, ഉടമ്പടിക്ക് വേണ്ടിയാണ് ജോലി എന്ന് പറഞ്ഞു. ഉടനെ അപ്പോൾ ഒരു തീരുമാനമെടുത്ത് ജോലി പോയാലും ഞാൻ ഉടമ്പടി തുടരുമെന്ന്. അതാണ് വിഷയം. അത് നിസ്സാര കാര്യമല്ല. നമുക്ക് ഈ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടേ കുതിരയെ കെട്ടണത് മാത്രമേ വണ്ടി പോകത്തുള്ളൂ. വണ്ടിയുടെ പുറകിൽ കൊണ്ടേ കുതിരയെ കെട്ടിയാൽ വണ്ടി പോകത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം നേടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ടൈം വരുമ്പോൾ അത് മനുഷ്യൻ എന്തോ ഭാരം ഇറക്കി വെക്കണ പോലെ ഒരു ഉടമ്പടി ഇറക്കി വെക്കും. ഉടമ്പടിക്ക് ഒരു ഭാരം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിക്ക് ഭാരം തോന്നേണ്ട കാര്യമില്ല. ഉടമ്പടിക്ക് ഭാരക്കുറവാണ് തോന്നേണ്ടത്. കാര്യം ഈശോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഭാരക്കുറവാണ്. എന്താ പറഞ്ഞത്? അവനോടുള്ള സ്നേഹം കൂടുമ്പോൾ, ഇപ്പം ഞങ്ങളൊക്കെ 24 മണിക്കൂർ സെലിബ്രേറ്റായിട്ട് ജീവിക്കുകയല്ലേ. ചില ആൾക്കാർ നമ്മൾ പക്ഷേ പിള്ളേരെ ഇപ്പോൾ പള്ളിക്കൂടത്തിൽ അച്ഛന്മാരെ ആയിട്ട് വിളിച്ചിട്ട് വരണില്ലല്ലോ, ഇവിടെ വരത്തില്ല. അവർ റീലൊക്കെ കണ്ട് സെക്സ് തലക്ക് അടിച്ച് ഇരിക്കുകയാണ്. അത് കാരണം അയ്യോ ഇനി അച്ഛനായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇപ്പം അച്ഛനാകാൻ വരണില്ല. അതെന്താ വിഷയം? അത് വലിയ ഭാരം പോലെയാണ് തോന്നുന്നത്. വിവാഹം കഴിക്കാതെ നിൽക്കുന്ന കാര്യം ഭയങ്കര ഭാരം പോലെ തോന്നുന്നത്. ഞങ്ങൾക്കത് ഭാരക്കുറവായിട്ടാണ് തോന്നുന്നത്. എന്താ കാര്യം? അതേ സമയം തന്നെ നമുക്ക് ദൈവത്തിന്, അപ്പം നമ്മുടെ ഉള്ളിലെ അതൊരു വിളിയാണ്. എല്ലാവർക്കും കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ആ ഒരു വിളി കിട്ടിക്കഴിയുമ്പോൾ അത് ഭാരക്കുറവായിട്ട് തോന്നും. ഇപ്പം നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾക്ക് ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി അല്ല ശരിക്കും പറഞ്ഞാൽ. ഇതെങ്ങനെയെങ്കിലും തീർന്നിട്ട് ഇറക്കി വെക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിൽ അവർ 60% വരണത്. ഉടമ്പടി ഒന്ന് തീർന്നിട്ട് കാര്യം കണ്ടിട്ട് ഈ പെരുന്നാൾ കച്ചവടത്തിന് പോകത്തില്ലേ, പെരുന്നാളും കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുന്ന ആൾക്കാരാണ് പല പെരുന്നാൾ കച്ചവടത്തിന് പോകുമ്പോൾ എങ്ങനെയും പെരുന്നാൾ കഴിഞ്ഞ് കാശിട്ട് നോക്കി വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ. വളരെ ബിസിനസ് പരമായിട്ടാണ് ഉടമ്പടിയെ കാണുന്നത്. പക്ഷേ ഈശോ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഈശോയുമായിട്ടുള്ള എല്ലാ വിഷയത്തിനും ഭാരം കുറവാണെന്നാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ ഇത് ഒരു പ്രശ്നമാണ്. അതായത് നിങ്ങളുടെ ഇത് ഭാരം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കണം. ഭാരം കുറഞ്ഞ് ഇപ്പം നിങ്ങൾക്കൊരു രോഗികളെ ആശുപത്രി പോയി കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ വല്ലവരും കൂട്ടിന് വരുക, താമ്പം ഉണ്ടാടോ എനിക്ക് ആശുപത്രി വരാൻ വേണ്ടി നാട്ടുകാരെ മൊത്തം വിളിച്ച് നടക്കും. നിങ്ങളുടെ മക്കളെ വല്ലവരാണ് ആശുപത്രി കിടക്കണമെന്ന് കണ്ട ഓട്ടോറിക്ഷ കൈ കാണിച്ച് വട്ടം നിന്ന് പോണ കാണാം ഇല്ലേ?
അതല്ല ശരി. ഇപ്പം നിങ്ങൾക്കൊന്ന് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുന്ന ഉടമ്പടി പ്രകാരം എന്ന് പറയുമ്പോൾ ഉടനെ പറയും ആരെങ്കിലും വരുന്നുണ്ടോ, ഞാനെങ്ങനെ ഒറ്റക്ക് പോകും. ആരോട് ചോദിക്കും എപ്പോഴാണ് ആശുപത്രി രോഗികളൊക്കെ കാണുന്നത്? 4 മണിക്കാണ്, 6 മണിക്കാണ്, എത്ര മണി വരെ കാണാൻ പറ്റും? എന്തെല്ലാം ഉടായ്പും പനിയും ജലദോഷമാണ്. പക്ഷെ നമ്മുടെ കുട്ടിയാണ് ആശുപത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ കണ്ട ഓട്ടോറിക്ഷയ്ക്ക് വട്ടം നിന്ന് കയറിപ്പോണ കാണാം. അത്രേ ഉള്ളൂ. ഭാരം കുറവാണ്. സ്വന്തം കുട്ടിയായതിന് ഭാരം കുറവാണ്. ദൈവത്തെ സ്വന്തമായിട്ട് കാണാത്തതോളം കാലം നിങ്ങൾക്ക് ഉടമ്പടി ഭാരമായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഉടമ്പടി ഭാരമാണെങ്കിൽ ഉടമ്പടി ദൈവത്തെ നിങ്ങൾ സ്വന്തമായി കണ്ടിട്ടില്ല, നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നർത്ഥം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഭാരക്കുറവുള്ളവരായി ഉടമ്പടി ബന്ധത്തിന്റെ ഭാരക്കുറവിലേക്ക് ദൈവസ്നേഹത്തിന്റെ അഭിഷേകത്താൽ എന്നെ ആനയിക്കണമേ. ഉടമ്പടി സ്നേഹത്തിന്റെ ഭാരക്കുറവിലേക്ക് എന്നെ നയിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ഈ കൺവെൻഷനൊക്കെ കൂടുന്നവരാണ്, ധ്യാനങ്ങളെ പുറത്ത് കൂടുന്നവരാണ്, പള്ളി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ആ ഒരു ചെവിയും വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടി കേൾക്കരുത്. കാര്യം ഉടമ്പടിയിൽ എന്നിട്ട് ഹൗ ടു ഡു ഇറ്റ്, അതിൻ്റെ മെക്കാനിസം എന്താണ്, കവനൻ്റ് എൻജിനീയറിങ് എന്താണെന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കൂടുതൽ. ഈശോ പറഞ്ഞു, ഈശോയും ഈ മോർ ഈൽഡിങ്ങിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ഉള്ള ആളാണ്. മോർ ഈൽഡിങ് എന്നുവെച്ചാൽ ഇന്നലെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിനേക്കാൾ കൂടുതൽ കൊയ്ത്ത് ഫലവും ഈ പ്രാവശ്യം ഉണ്ടാകണം. അപ്പം മോർ ഈൽഡിങ്ങിന് ഒരു ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ പ്രൂണിങ്ങൊക്കെ ഈശോ പറയും. വചനത്തിൽ അതില്ലേ, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അവിടുന്ന് വെട്ടി ഒരുക്കുന്നു, അല്ലേ? അതാണ് മോർ ഈൽഡിങ്. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് ഒരു മിനിമം ഈൽഡിങ്ങിൽ ഹീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം നമ്മുടെ വളർച്ചയുടെ കാര്യം അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഈൽഡിങ്ങിലേക്കാണ്, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഈ ദൈവത്തിനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള ഗ്രോത്തിൽ ദൈവം അടുത്ത ആഴ്ച സംതൃപ്തനല്ല. നിങ്ങൾ വളർന്നിട്ടുണ്ടോ എന്ന് കർത്താവ് നോക്കും. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 15:2 എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് കവനൻ്റ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകാൻ വേണ്ടി കൂടുതൽ ഫലം. ഇപ്പം ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ഉടമ്പടി പറയുന്നു. പക്ഷേ നമ്മൾ അത് വളരെ ഒരു ഉടമ്പടിയുടെ ഡിസിപ്ലിനോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി കർത്താവ് തന്നെയാണ് എൻ്റെ ഉടമ്പടി ലക്ഷ്യം എന്നുള്ള രീതിയിൽ ഉടമ്പടി റീഫോർമാറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഈശോ പറയണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോണത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നാണ്. കൈയടിച്ച് കർത്താവ് ശ്രുതികട ഹല്ലേലൂയ. നീ വരൂ ജീവകാരുണ്യ ശ്രുതികട ഹല്ലേലൂയ.
ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:12. യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പൊ ഈശോ ഇപ്പൊ പിതാവിന്റെ അടുത്താ ഉള്ളത്. അപ്പൊ നമ്മൾ പറയുന്ന ഈ 6 കാര്യങ്ങളല്ല നടക്കേണ്ടത്. അതാണ് വിഷയം. അപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ദൈവവുമായിട്ട് സത്യസന്ധമായി കഴിഞ്ഞാൽ പുതിയ പുതിയ വാതിലുകൾ തുറന്നു കിട്ടും. കഴിഞ്ഞ ദിവസം ഇപ്പം വിഷ്ണുവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം വിഷ്ണു ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ ഇടയ്ക്ക് അവൻ്റെ വീട്ടിലെ കടവും പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ ഒക്കണില്ല, ടാലി ആകണില്ല. 14 കൊല്ലം പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്തിട്ടും കടങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിഷ്ണു മനസ്സിൽ വിചാരിച്ചത് ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യാം. അപ്പം അങ്ങനെ എപ്പോഴും ഏത് രാജ്യത്ത് പോകും, എങ്ങനെ പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇവിടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്ന് പെട്ടതാ. ഇവിടെ വന്നതല്ല, കൂട്ടുകാരൻ ഇവിടെ വന്ന് പെട്ടതാ. കൂട്ടുകാരൻ പറഞ്ഞ ഇടയ്ക്കൊരു കൂട്ടുകാരനെ വെച്ച് കോതമംഗലത്ത് വെച്ച് കണ്ടപ്പോൾ, എടാ നാളെ ഞാൻ ആലപ്പുഴ പള്ളിയിൽ പോകണമെന്ന്. പുറത്തൊക്കെ ആൾക്കാർ പറഞ്ഞ കൃപാസനം എന്നല്ല പറയണത്, ആലപ്പുഴ പള്ളി നിൽക്കണ പറയണത്. അപ്പോൾ എന്താ പരിപാടി? പരീക്ഷയാണെന്ന്. അപ്പോൾ എനിക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് മാതാവിനെ പോയി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും പറഞ്ഞത് പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു പോയി തിരിച്ച് കാശ്മീരിലേക്ക് പട്ടാളത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആരോ യൂട്യൂബിൽ ഒരു സാക്ഷി വിട്ടത് കണ്ട്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ദൈവമേ ഈ സ്ഥലത്താണല്ലോ ഞാൻ പോയത്, ഈ സ്ഥലത്ത് ഞാൻ പോയത്. അപ്പോൾ വീണ്ടും ഇവിടെ വരണം എന്നുള്ള ഒരു ചിന്ത വന്ന്. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഇവിടെ വീണ്ടും വരണമെങ്കിൽ എനിക്ക് ലീവ് കിട്ടണം. പട്ടാളത്തിൽ ലീവ് കഴിഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ലീവ് കിട്ടാൻ സാധ്യതയില്ല, എനിക്ക് ലീവ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മാസം ലീവ് അമ്മ അനുവദിക്കണം. അപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ മാസം ലീവ് അലോട്ടായി. പുള്ളിക്കാരൻ വന്ന് അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ പേരിൻ്റെ അവിടെ ഒന്നെങ്കിൽ പച്ച മഷിക്ക് വരക്കും, അല്ലെങ്കിൽ ചുവപ്പ് മഷിക്ക് വരക്കും. അതാണ് വിഷയം. കാര്യം നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് കള്ളത്തരമാണ്, ചുമ്മാ കാര്യം സാധിക്കാൻ വേണ്ടി വരികയാണ്, ഇത് പകുതി മുക്കാലം ഒന്നും ചെയ്യത്തില്ല, ധ്യാനം കൂടത്തില്ല. എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം ഉണ്ടല്ലോ, അത് കൂടണമല്ലോ, അതൊന്നും കൂടത്തില്ല. ദൈവത്തിന് ഇതിൻ്റെ അകത്ത് സ്ഥാനമില്ലെന്ന് കണ്ടാൽ അപ്പം തന്നെ റെഡ് മാർക്കാവും ഈ സംഭവം. കാര്യം ഉടമ്പടി ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ, ദൈവവുമായിട്ടാണ് എഗ്രിമെൻ്റ്, അല്ലെ നിങ്ങളുടെ വസ്തുവും നിങ്ങളുടെ നിയോഗവുമായിട്ട് എഗ്രിമെൻ്റ് ഇല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കും, ഉടമ്പടിയിൽ എപ്പോഴും പറയണത് എന്താണ്? ബയലാട്ടർ എഗ്രിമെൻറ്റാ. നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷിയാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള കക്ഷി. അപ്പോഴേ ഇനി ദൈവത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത്? നിങ്ങളുടെ വയറിനോടാണ് ഉടമ്പടി ചെയ്യണത്. എല്ലാവരുടെയും ഈ ഉടമ്പടി പകുതിയോളം വയറ്റിപ്പഴപ്പ ഉടമ്പടികളാണ്. കാര്യം അവർ ഉടമ്പടി ധ്യാനം കൂടത്തില്ല, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കത്തില്ല, അവർ കാരുണ്യപ്രവർത്തികൾ ചെയ്യത്തില്ല, ചെയ്താത്തതിന് ഒപ്പിച്ചുണ്ടാക്കുകയുള്ളൂ. വെറും പറ്റിപ്പാണ്. പത്രമാണെങ്കിലും അവിടെ ഇവിടെയും കൊടുത്ത് പേരൊപ്പിക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ പേരിനെ റെഡ് അടിച്ചിടും. വെറുതെ വേസ്റ്റ് ഓഫ് ടൈം, കാശ് പോവുകയുള്ളൂ, വല്ല കാര്യമുണ്ട്. പക്ഷേ ഈ വിഷ്ണു എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതായത് നമുക്ക് ഈ കാലത്ത് അറിയത്തില്ല. കാര്യം ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ല. കാര്യം നമ്മൾക്കുണ്ടായിരുന്ന പോലെ പരിശുദ്ധാത്മാവിന് അവർക്കും കിട്ടിയല്ലോ. ഇനി കൈവെക്കണതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നത് ബൈബിളുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:47. അപ്പോസ്തല പ്രവർത്തനം 10:47. നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാണ് വിഷയം. ഇപ്പം ദൈവവചനം കേൾക്കുക, ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയും. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള പല മാർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴേ മാതാവ് പറഞ്ഞു, അത് നീ സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞു. നിൻ്റെ ഉദ്ദേശം സത്യസന്ധമാണോന്ന്. അപ്പം അതിനെന്ത് ചെയ്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് നടന്ന് വന്ന് കോതമംഗലത്തുനിന്ന് 80 കിലോമീറ്ററുണ്ട്. ഉടമ്പടി എടുക്കാൻ ഇന്ന് വരെ ആരും ഉടമ്പടി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നടന്നു വന്നിട്ടില്ല ഇവിടെ. അതാണ് വിഷയം. ഉടമ്പടി എടുക്കാൻ വരുന്നവരെല്ലാവരും വാച്ചിട്ട് നോക്കണ ജീവികളാണ്. ഇപ്പം പോകാൻ പറ്റും, വണ്ടി വിടുക, വണ്ടി പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന പകുതി മുക്കാലും എപ്പോൾ പോകാം, ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എപ്പോൾ പോകാൻ പറ്റും വന്നിട്ട് ചോദിക്കണത് അതാണ്. എത്ര മണിക്കൂറുണ്ട് ഇത്? ഓഫീസൊന്നും ചോദിക്കും, എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂർ. അപ്പോൾ ഓഫീസിലുള്ളവർ കൃത്യമായി ഉടായ്പക്കാരെ കാണുമ്പോൾ ഓഫീസിലുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ 2 മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ. എന്താണ് ഈ പിശാചിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത്. അതാണ് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ആരെങ്കിലും എത്ര മണിക്കൂർ ഉണ്ടെന്ന് ചോദിച്ചാൽ അവരോട് 2 മണിക്കൂർ കൂട്ടി പറയണം. എന്താണ്? അവനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത്. കാര്യം അവൻ്റെ കാര്യം സഹായിക്കാൻ വേണ്ടി ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി കെട്ടിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവനെ ഈ മണ്ണിൽ കയറ്റരുത്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂട്ടിപ്പറയും. തന്നെ മിക്കവാറും നിങ്ങൾ പറയും നിങ്ങൾ എടുക്കേണ്ട കേട്ടാന്ന് പറയും. എന്താണ്? നിങ്ങൾ ഉടമ്പടിക്കുള്ള ആളല്ല. നിങ്ങൾ ദൈവത്തിലേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള വല്ല സൂത്രപ്പണിയും ഉണ്ടാകാൻ തിരക്കി നടക്കുന്ന ആളാണ്. അപ്പം അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആദ്യമേ കണ്ടുപൂട്ടി നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളിത് ദൈവമാണ് ഇതിൻ്റെ അകത്ത് പ്രാധാന്യപ്പെട്ടതെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ശരീരലേപനം എന്ന് പറയും. എന്നുവെച്ചാൽ ദൈവത്തിന് നമ്മളുടെ വിശ്വാസത്തിൽ ദൈവത്തിനൊരു സ്ഥിരത കൊടുക്കണം. നമ്മളിത് കറക്റ്റായിട്ടാണ് ഇത് അനുഗമിക്കണത്, അല്ല കാര്യം കാണാൻ വേണ്ടിയല്ല എന്നുള്ളത് നിങ്ങളെ ഇനി അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം ഇത് കാര്യം കാണാൻ വേണ്ടിയാണ്. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. നിങ്ങൾക്കറിയാമെങ്കിലും ദൈവത്തിന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ഉടമ്പടി നടക്കത്തില്ല. അങ്ങനെയുള്ള ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിനോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അല്ല നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി കാര്യത്തോടല്ല ഉടമ്പടി ചെയ്യണത്. ഇപ്പം ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവർ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ദൈവസ്നേഹം ഉണ്ടാകണം. ഇപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ മെയിൻ സംഭവം ദൈവസ്നേഹമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ആൾക്കാർക്ക് ഉള്ള ദൈവസ്നേഹം അല്ല, മറിച്ച് ആ വിഷയത്തോടുള്ള സ്നേഹമാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഉനിഞ്ഞ് കത്തണ പോലെ ഇങ്ങനെ എണ്ണയില്ലാത്ത വിളക്ക് കത്തത്തില്ലേ, അതുപോലെയാണ് ചില ആൾക്കാരുടെ ഉടമ്പടി കത്തണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നല്ല ദൈവസ്നേഹത്തിന്റെ സമർത്ഥമായ എണ്ണയോടുകൂടി ഏത് കാറ്റിലും കെടാതെ ജ്വലിച്ചു കത്തുവാൻ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ.
ഇടയ്ക്ക് വേറൊരു സാക്ഷ്യമുണ്ടേ, അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാക്ഷ്യമാണ്. അത് സുരേഷ് എന്ന് പറഞ്ഞ ഒമാനിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. അങ്ങനെ 40-45 വയസ്സുള്ളതാണ് സുരേഷ്. അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നു. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം, നല്ല സാക്ഷ്യമാണ്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 5 സ്ഥലത്ത് ബ്രെയിനിൽ, തലച്ചോറിൽ 5 സ്ഥലത്ത് ബ്ലോക്കായി. അപ്പോൾ ആൾ വീണ് പോയി, കുഴഞ്ഞു പോയി, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു മാംസപിണ്ഡം പോലെ ഇങ്ങനെ കിടക്കണ താഴെ. കാര്യം 5 സ്ഥലത്ത് രക്തഓട്ടമില്ല, ബ്ലോക്കായിപ്പോയി. ഇപ്പോൾ കൈയും കാലൊക്കെ വിറങ്ങലിച്ച് ഇങ്ങനെ കിടക്കേ ഉള്ളു. ഒരു മാംസപിണ്ഡം കിടക്കണ പോലെ കിടക്കും. ഹൃദയമിടിപ്പുള്ളതുകൊണ്ട് അങ്ങനെ കിടന്നു പോവുകയാണ്. അപ്പോൾ ഇയാൾ അവിടുന്ന് അപ്പം തന്നെ ഒമാനിൽ നിന്ന് കയറ്റിവിട്ട് ഇയാൾ വീൽ ചെയറിന് വന്ന നെടുമ്പാശ്ശേരി ഇറങ്ങണം വീട്ടിൽ. എന്നിട്ട് കുറേ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കേരളത്തിൽ 5 ആശുപത്രി ഇയാളെ കൊണ്ടുപോകും, അവർ മാറി മാറി. പക്ഷേ ആശുപത്രിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 5 സ്ഥലത്തല്ലേ ബ്ലോക്ക്. ഒരെണ്ണമല്ലല്ലോ, ഒരു ബ്ലോക്ക് അല്ലല്ലോ, 5 ബ്ലോക്കുകളാണ്. അപ്പം അതിൽ 2 ബ്ലോക്ക് ചെയ്യണ ബ്ലോക്ക് മരണത്തിൽ തന്നെ ഇയാൾ മരിച്ചു പോകും. അപ്പോൾ അവർ ആ കേസ് എടുക്കണില്ല. അവർക്ക് ആശുപത്രിക്ക് പേര് ദോഷം ഉണ്ടാകുന്ന കാരണം ആ കേസ് എടുത്തില്ല. ഒരു ആശുപത്രി എടുത്തില്ല. എറണാകുളത്ത് നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇയാളെ കേസ് എടുത്തില്ല. ഇയാളെ റിജക്റ്റ് ചെയ്ത്. പിന്നെ എന്താ, അപ്പോൾ ഒരു ആശുപത്രി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറഞ്ഞ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് പെയിൻ കില്ലർ തരാം, പിന്നെ എന്താണ് ഉറക്ക ഗുളികയും തരാമെന്ന്. അതാണ് നമ്മളെപ്പോഴും ഓർക്കണം. എത്ര വലിയ കോടികൾ മുടക്കി MD എടുത്ത് FRCP ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു ബ്ലോക്ക് വന്നാൽ നമുക്ക് ഉറക്ക ഗുളിക തരാൻ ഇവിടെയുള്ളൂ. അതാണ് വിഷയം. അത് 5-6 ബ്ലോക്ക് എന്നൊക്കെ പറയണത് ഈ ഇത്രയും വലിയ കോടികൾ മുടക്കിയുള്ള ഈ ഒരു മെഡിക്കൽ കെയർ കേരളത്തിൽ ഉള്ളിടത്തോളം ഇവിടെ ഉണ്ട്. അതായത് എത്രയോ പേരാണ്, ഞാൻ ഓരോ ചില ആശുപത്രിക്കാർ രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ വിദേശികളെ, അറബികളെയൊക്കെ കാണാം. അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് വരണതാണ് കേരളത്തിലെ. അപ്പം അത്രയും സെറ്റപ്പ് ഇവിടെ കേരളത്തിലുണ്ട്. നിങ്ങൾ തന്നെ ഈ ജർമ്മനിയിൽ അമേരിക്കയിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ടല്ലേ ചികിത്സ വന്നാൽ ഇവിടെയല്ലേ വരണത്, നാട്ടിൽ വന്നേ ചികിത്സിക്കത്തുള്ളൂ. എന്താ, അത്രയും ചീപ്പാണ്. അവിടെ ഒരു 3 ലക്ഷം 5 ലക്ഷം കൊടുക്കേണ്ട കേസിന് നമുക്കിവിടെ ചിലപ്പോൾ 75,000 രൂപ കൊണ്ടൊക്കെ നടക്കും. നമുക്ക് നമ്മുടെ നാടിൻ്റെ വില അറിയത്തില്ലല്ലോ. അപ്പം അതാണല്ലേ ഏറ്റവും വലിയ വിഷയം. ഇപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, തൽക്കാലം നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. ഇത്രയും സുന്ദരമായൊരു രാജ്യം, നിങ്ങളെന്ന് ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഒപ്പം നിന്നാലല്ലേ തമിഴ്നാട്, അവരുടെയൊക്കെ GDP ഒക്കെ എന്നാ ഉയർച്ചയാണ്, ടക്കാന്ന് ഉയർന്നേരും. ഇവിടെ വ്യവസായങ്ങളെല്ലാം ഇവിടെ പോയതും തരിശുപ്പാടങ്ങളായിപ്പോയതും എല്ലാം കുറേ വർഷങ്ങളായിട്ട് ഉൽപ്പാദനം എന്ന് പറയുന്ന സാധനം നടക്കണില്ലേ, നടത്തണമില്ല, നടത്തിക്കണമില്ല. അങ്ങനെ ഒരിട്ട് അവസ്ഥയിൽ കിടക്കണ കാരണം പ്രൊഡക്ഷൻസ് ഒന്നുമില്ല, ഒരു മേഖലയും ഇല്ല. പിന്നെ ഇവിടെ ഹബ്ബ്, IT ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സായിപ്പിൻ്റെ ജോലി ഉറക്കാൻ നിന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാർ എഴുന്നേക്കാതെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ രണ്ടും രണ്ടാണ്. പകൽ നമുക്ക് അവനെപ്പോലെ വെള്ളക്കാരെ പോലെ നമ്മൾ നാട്ടിൽ കിടന്ന് ഉറങ്ങും. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ അവനെഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അവൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ അവന് ഈ പ്രോജക്റ്റ് തന്നിട്ട് ഭയങ്കര പണ്ടാര സംശയമാണ്. അപ്പോൾ ഇവിടുത്തെ IT ഹബ്ബാണ് ആപ്പടെ ഉള്ളത്. അതിനകത്ത് അവരുടെ ഉറക്കമനുസരിച്ചിട്ടാണ് നമ്മുടെ ചോറിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കേരളം വളരെ സാധ്യതയുള്ള പുതിയ സാധ്യതകളുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. കാലാവസ്ഥയും വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രശ്നം. ഇവിടെ ഉള്ളിടത്തോളം വല്ല കൊടികുത്തി അടപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം, ഒരു സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിലുണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും എല്ലാ യൂണിയൻ വെച്ച് വിലപേശി അവർ ചെയ്യുന്ന ജോലിയുടെ 3 ഇരട്ടി ശമ്പളം വാങ്ങിച്ച് പൊതുഖജനാവിനെ കാലിയാക്കുന്ന ഒരു വലിയ എക്കണോമിക് ട്രാജഡി, അങ്ങനെ ഒരു സാധനമുണ്ട്, കലാമിറ്റി, ഫൈനാൻഷ്യൽ. അതുകൊണ്ടാണ് ഇത്രയും കടങ്ങൾ വരണത്, വല്ലാത്ത കടങ്ങളല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും
ഉൽപാദന മേഖലകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഇടിമുഴക്കം പോലെ സ്തുതിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കാർഷിക മേഖലകളും വ്യാപാര മേഖല വ്യവസായ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് അതിലേക്ക് ആവസിക്കുകയും അതിനെ തടസ്സം മാറുകയും ജനങ്ങൾക്ക് സമാധാനത്തോടെ അഭിമാനത്തോടെ വികസനത്തോടെ ആത്മീയ കൃപയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ഇടമായി ഇത് മാറാൻ വേണ്ടി ഈ മണ്ണിനെ സൗജന്യം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവദാവേ മഹത്വം, ദേവദാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് നിന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിരിക്കാം. നിന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിരിക്കാം. തന്റെ വചനം പോലെ തന്റെ വഴി തന്നെ നടന്നു. അനുഗ്രഹിക്കപ്പെടും പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാനും വളരാനും ഉടമ്പടി എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഉടമ്പടിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുരേഷ് എന്ന് പറഞ്ഞ മനുഷ്യനെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കളയും. അവസാനം അദ്ദേഹത്തിന് നല്ല കടുത്ത വേദനയുണ്ട്. തലയിൽ 5 ബ്ലോക്കുള്ള കാരണം കിടപ്പാണ് എപ്പോഴും. കിടക്കാൻ പാവത്തിന് വേറെ ഒരു കുഴപ്പം പറ്റി. കിടന്നു പോയപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇനി ഇയാൾ ഇവിടെ കിടന്ന് ചത്തുപോകുകയുള്ളതെന്ന് മനസ്സിലായി. അവളെന്ത് ചെയ്യുന്നറിയാമോ, ഇയാൾ കൊണ്ടുവന്ന കാശ് എങ്ങനെയൊക്കെ അടിച്ചു മാറ്റിയിട്ട് വേറെ ഒരുത്തൻ ലൈൻ അടിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ചില സമയത്ത് ഞാൻ ഓർക്കുവേ, ഈ മനുഷ്യന് ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ പടമുണ്ട്. കണ്ട ഒരാൾ വീണപ്പോൾ കണ്ട ഭാര്യ, അപ്പോൾ ഇവരൊരിക്കലും ഭാര്യ ആയിരുന്നില്ലെന്നുള്ള ഇപ്പോൾ വ്യക്തമല്ലേ. ചുമ്മാ കൂടെ താമസിക്കുകയായിരുന്നു. അവരെ ഈടർ വന്നപ്പോഴുണ്ട് അയാളുടെ പൈസയും അടിച്ചെടുത്ത് അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. എന്നാൽ അയാൾ സാക്ഷ്യത്തിൽ പറയാം, പച്ചക്ക് പറയണ അയാൾ അത് കേൾക്കണതിൻ്റെ പ്രശ്നം. അതൊക്കെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയ ഈ ഒരു ദുരിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ ചെയ്ത പരിപാടിയാണത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പന് വിചാരിച്ചു ഇനി ഇപ്പം അവൾ വരെ കേസും കൊടുത്താൽ പിന്നെ ഉള്ള സ്ഥലവും കൂടി പോകില്ല എന്ന് വിചാരിച്ചപ്പോൾ അപ്പനെന്ത് ചെയ്ത്, അപ്പൻ മകനോട് പറഞ്ഞിട്ട് അങ്ങനെ നിൻ്റെ പേരുള്ള പറമ്പ് ഇങ്ങോട്ട് എഴുതിത്തരാൻ പറഞ്ഞു. അത് എഴുതി മേടിച്ച്. അപ്പം അപ്പനും മക്കളും കൂടി ഇവൻ്റെ പറമ്പ് അവന് ഒപ്പിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കിടന്ന കിടപ്പിൽ തമ്പ് കുത്തി അവർ പറമ്പടിച്ച് എടുത്ത് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞ ന്യായമുണ്ട്, അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല.
കൊണ്ടായ കാശും കൊണ്ട് അവൾ കടന്നു കളഞ്ഞ്. പിന്നെ ഉള്ളത് പറമ്പാണ്. ഇനി അതിൻ്റെ പേര് കേസ് വെക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് കേസ് പറമ്പ് അപ്പൻ്റെ പേരിലാക്കി. ഇവനെന്തുകൊണ്ട് ഈ കിടക്കണ കട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥയായി. ഒരു മനുഷ്യൻ എങ്ങനെ ട്രാജിക്കായിട്ട് ഇങ്ങനെ തീർന്നു പോകണമെന്നറിയാവുക. അപ്പോൾ ഇവൻ്റെ മകൾ ഇവനോട് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം കാണിക്കും. ഇപ്പം നിങ്ങളോട് ഞാൻ പറയത്തില്ല മക്കളെ, ഒത്തിരി മനുഷ്യരുടെ ജീവൻ ഇതിൻ്റെ തിരിപ്പുണ്ട്. നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ദൈവത്തെയാണ് ഷെയർ ചെയ്യണത്. അത് ആരോടാണ് ദൈവത്തെ ഷെയർ ചെയ്യണത്? ജീവിതം തീർന്നെന്ന് വിചാരിക്കുന്നവർക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കൃപാസനത്തിൻ്റെ. കാര്യം ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ദൈവം ഇപ്പോൾ ഒരിടത്ത് നടത്തണില്ലല്ല. മണിക്കൂറിന് വലിയ സാക്ഷ്യങ്ങളല്ല അമ്മയുടെ ഇപ്പം ഈ ഉടമ്പടിക്കാരെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ പാടുപെടണത്. അത് നിങ്ങൾക്ക് മറന്നു പോകരുത്. നിങ്ങൾ അല്ലാതെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ യേശുസൂത്രം ഒന്നും പറഞ്ഞ് നടക്കരുത്. മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെ ദൈവം ഒരു കണ്ണ് വെക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. ഈ ആൾത്താറിലൊക്കെ എന്ത് ബഹളമാണ്. കണ്ട സ്വരമുണ്ട്. ഇവിടെ സ്വരം ഉണ്ടാക്കാൻ പല സ്ഥലമാണ്. പക്ഷെ പിശാചെ കണ്ട ഞാൻ സ്വരം ഉണ്ടാക്കും. കാര്യം എന്താണ്? അച്ഛനെ കാണാൻ വേണ്ടി ഇടിച്ചേലിക്കാർ വരുന്ന പാർട്ടി പകുതി മുക്കാൽ ഉടമ്പടി ഉഴപ്പിയ പാർട്ടികളാണ്. അതെനിക്കറിയാൻ പറ്റും. അവർ വൃത്തിയും മേനയുമായിട്ട് ആ ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാം. അച്ഛനെ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച ചില ആൾക്കാർ ഇതോടുകൂടി ഉടമ്പടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ അച്ഛനെയും കണ്ടില്ലെങ്കിൽ വേണ്ട, അച്ഛനെയും കണ്ടത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഉടമ്പടി ദൈവത്തിനല്ല പ്രാധാന്യം, അവരുടെ വിഷയത്തിനാണ് പ്രാധാന്യം. ഒരു 3 പുതുക്കിയിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സംശയത്തിന് നിഴലിലാണ്. എന്തോ കാര്യമായ കുഴപ്പം നിങ്ങൾക്കുണ്ട്. 3 പുതുക്കിയതിന് ശേഷവും കാര്യമായ സാക്ഷ്യം പറയാനില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നല്ലതാണ്. എവിടെയാണ് ദൈവസ്നേഹം കുറഞ്ഞു പോയത്? വസ്തുസ്നേഹമാണോ? ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു തൽക്കാലത്തുകൾ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കലാണോ? അപ്പം അത് നിങ്ങൾ റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവതിരുസന്നിധി ഉടമ്പടിയിൽ ജീവിക്കാൻ നോക്കണം. കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പെട്ടെന്നൊരു പരിപാടിക്ക് വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ പലരും കാണുന്നത്. അപ്പം അതുകൊണ്ട് കാര്യം ആൾക്കാർക്ക് എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ് പറയണത്. ആ സ്ഥലത്ത് വന്ന് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 3 പുതുക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു തകരാറ് നിങ്ങൾക്കുണ്ട്. കാര്യം ഇപ്പോൾ ഈ സുരേഷിൻ്റെ കാര്യം എന്താ, സുരേഷിനെ കൊണ്ടുവരുന്നത് വീൽ ചെയറിലാണ്. എന്നിട്ട് അത് കൊണ്ടുവരാൻ കാര്യം എന്താ, ഈ മകൾ ഈ ഉടമ്പടിയുടെ യൂട്യൂബ് കാണിക്കുമ്പോൾ സുരേഷ് പറയും ശരിയാണ്, ഈ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും, പക്ഷേ എങ്ങനെ പോകും? ഞാൻ ഉറക്ക ഗുളികയും കഴിച്ച് 3 നേരം ഉറക്ക ഗുളികയും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഡെഡ് ബോഡി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ അവർ ഇത് 2-3 കൂട്ടുകാർ വന്ന് ഇയാളെയാലും പൊക്കി വീൽ ചെയറേ വെച്ച് 85 കിലോ ഉണ്ട് ഈ സംഭവം. ഇതിന് ചുവന്നുകൊണ്ട് വന്ന പോലെയാണ് വരണത്. കണ്ടാലും കേട്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് ഇവർ കൂടെ വന്നവർ ഈ വീൽ ചെയർ ഉൾപ്പെടെ പൊക്കി മോളിൽ കൊണ്ടുവന്നു. ഇയാളെ ഉടമ്പടി ക്ലാസ് കൂടിച്ച് എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച്.
എടുപ്പിച്ചിട്ട് പിന്നീട് ഉടമ്പടി എടുത്തയാൾ വീട്ടിൽ പോയി. പക്ഷെ എന്നിട്ട് പിന്നെ അങ്ങേരുടേതായിട്ട് അങ്ങേര് ഒരു പ്രാവശ്യം വന്ന് ഉടമ്പടി തീർന്നപ്പോൾ അപ്പോഴാണ് മറ്റത് മറ്റുള്ളവരുടെ കൂടെ വരണതല്ലേ. ഇനി നമ്മൾ തന്നെ നമ്മളുടെ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നല്ലേ സംഭവം. അപ്പം നമ്മളുടെ പേഴ്സണലായിട്ടാണ് ഒരു തീരുമാനം വരേണ്ടത്. അപ്പോൾ ഇവൻ ഒരു ദിവസം സ്വന്തമായിട്ട് എന്നാൽ ഞാൻ തീർന്നില്ല, മാതാവിനെയും കാണാം, തിരിയും മേടിക്കാമെന്നും പറഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വന്ന് ഇതുപോലെ ഉടമ്പടി പുതുക്കി തിരിയും മേടിച്ചുകൊണ്ട് പോയി. അത് വെച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയും ജീവിതമില്ലേ, ഭാര്യ പോയി, കയ്യിലെ കാശ് പോയി, ഒരു ബസ് ചാർജിന് പോലും കൈനീട്ടേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇത് ഇപ്പോഴും ആ ആളെ തോക്കണില്ല ജീവിതത്തോട്. ജീവിതം തോപ്പിച്ച് കളഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷേ കർത്താവിൻ്റെ കയ്യെ പിടിച്ച് ജയിച്ചവൻ്റെ കൈ ഉണ്ടല്ലോ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം കാണുമ്പോൾ നിങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കണം. എന്താണ് അവൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ജയിച്ചവൻ്റെ കൈയാണെന്ന്. അവനെ കൂടെ നിന്നവർ തള്ളിപ്പറഞ്ഞു, കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്ത്, അവൻ്റെ തുണിയുരിഞ്ഞെടുത്ത് പങ്കിട്ടെടുത്തു, അവൻ നഗ്നനായി കുരിശത്തറച്ചു, അവനെ കൊണ്ട് കല്ലറയെ വെച്ചു. എന്നിട്ട് ദൈവം അവനെ, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അപ്പം കർത്താവിൻ്റെ കൈകൾ ജയിച്ചവൻ്റെ കൈകളാണ്. ഈ കൈകളെക്കുറിച്ച് ഐസയ പറഞ്ഞിട്ടുണ്ട്, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഒന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐസയ 41:10. ഭയപ്പെടേണ്ട, പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കൈയടിക്കട്ടെ, ശ്രുതികട. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതുക്കിയ ദിവസം അവൻ രാവിലെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരികെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട ഇരിക്കുന്ന സമയത്ത് കാലൊന്ന് പിടച്ച്. അപ്പം അമ്മ വന്നെന്നർത്ഥം. അതിൻ്റെ അർത്ഥം പാല് പിടച്ചപ്പോഴേ അമ്മ ഇവൻ്റെ മനസ്സിൽ പറഞ്ഞു, ഒന്ന് കുത്തി നോക്കാൻ പറഞ്ഞു. ആരും അവിടെയെങ്കിലും ഇല്ല പ്രദേശത്ത്. ഇവൻ കുത്തി നോക്കി. അപ്പം അമ്മ പറഞ്ഞ്, ഒന്ന് നിന്ന് നോക്കിക്കെന്ന് പറഞ്ഞു. അപ്പം അവനാ ഒരു കാര്യം നിന്ന്. അപ്പോൾ പിന്നീട് മറ്റേ കാലും കുത്താൻ പറഞ്ഞു. ആ മറ്റേ കാലും കുത്തി. എന്നിട്ട് ആ മുറിയുടെ അകത്തുനിന്ന് നടക്കാൻ പറഞ്ഞു. അപ്പം നടന്ന്. പിന്നെ റോട്ടിലോട്ട് നടക്കാൻ പറഞ്ഞു. പിന്നെ റോട്ടിലൂടെ അവൻ നടന്നു. അതായത് ഒരു വ്യക്തി ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഉറക്ക ഗുളികയും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് ജീവിതം തീർന്ന്, ഭാര്യയും പോയി, അസ്തുവും പോയി, എല്ലാം തീർന്നാലും ദൈവം പറയും ഒന്നും തീർന്നിട്ടില്ലെന്ന് പറയും. എന്താ കാര്യം? ഞാൻ
നിന്റെ കൂടെയുണ്ടെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സുരേഷിൻ്റെ വിഷയം രണ്ടാമത്തെ വരവാണ് എൻ്റെ മർമ്മം എന്ന് പറയുന്നത്. സുരേഷിൻ്റെ രണ്ടാം വരവ് എന്താണ്? ആരും പറഞ്ഞിട്ടല്ല, ആരും കൊണ്ടുവന്നതല്ല, സ്വന്തമായിട്ട് വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അതെപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു സത്യസന്ധതയാണ് വരണത്. നിൻ്റെ ഉടമ്പടിയുടെ കൂടെ ഒരു വിഷയം ഉള്ളിടത്തോളം കാലം നിൻ്റെ ഉടമ്പടി ഭാരമുള്ളതായിരിക്കും. നിൻ്റെ ഉടമ്പടിയുടെ കൂടെ ഒരു വിഷയം, സാധിക്കാനുള്ള വിഷയം ഉള്ളിടത്തോളം കാലം നിനക്ക് ദൈവത്തേക്കാൾ പ്രാധാന്യം സാധിക്കാനുള്ള ആ വിഷയമായത് കാരണം അതിന് ഭാരമായിരിക്കും. പക്ഷെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒരവസരം മാത്രമാണ് അതെന്ന് നീ കരുതിയിട്ട് അതിനു വേണ്ടി നീ ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഭാരം ലഘുവായിരിക്കും. കർത്താവിൻ്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിൻ്റെ ഭാരം ലഘുവും. നമ്മൾ വായിച്ചില്ലേ 11:30 അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എൻ്റെ ഭാരം ലഘുവും. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അതിന് കാരണം കർത്താവിനെ വഹിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഓരോ ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തിന് സ്നേഹത്തിൻ്റെ പേര് സാക്ഷ്യമാകാനും വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഉടനെ മനസ്സിൽ പറയേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയേണ്ട, കർത്താവേ എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. ഞാൻ എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞ് എല്ലാവർക്കും നിൻ്റെ മുമ്പിൽ ജോലി നിൻ്റെ നാമം ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളാം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചില അതായത് ജന്മനാ കാണ്ടാമൃഗങ്ങളായിട്ട് ജനിക്കാറുണ്ടല്ല, അത് ജന്മനാ കാണ്ടാമൃഗങ്ങളായിട്ട് ജനിക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നത്തിൽ പറയണത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനം, ദൈവം ഞാൻ സാക്ഷ്യം പറയത്തില്ലെന്ന് പറയും. അയ്യോ ഞാനീ പത്രം കൊടുക്കും, ഞാനിവിടെ കൊടുക്കാൻ ആരെ കൊടുക്കും അവരെ കണ്ടാൽ നീ ഇതെന്ന് പറയാൻ എന്നാ ഇങ്ങനെ. അതാണ് ജന്മനാ കാണ്ടാമൃഗം എന്ന് പറയുന്നത്. ഈ സാധനം ഒരിക്കലും ഉടമ്പടി എടുക്കരുത്, കാരണം വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി കച്ചകെട്ടി പോന്നിരിക്കുക. അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണത്. കാര്യം ഇവിടുത്തെ ഒരു ചേടത്തിൻ്റെ സാക്ഷ്യത്തിനെന്ന് അറിയാവോ 25 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. കണ്ണൂരത്തെ ഒരു ചേടത്തിയുടെ സാക്ഷ്യം, കൃപാസനം സാക്ഷ്യം 25 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടക്കാരും മുടിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽപ്പാളത്തിൽ ചെന്നപ്പോഴുണ്ട് ആ ഇരുട്ടത്ത് കൂടി ഒരു കൃപാസനം പത്രം ഒരാൾ നീട്ടി. ആ പത്രം പിടിച്ച് കൈ പിടിച്ച് കിട്ടിയ വണ്ടിയെ, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച വണ്ടിയെ കയറി ഇവിടെ വന്ന് പിന്നെ സംഭവിച്ച കാര്യങ്ങളാണ് പറയണത്. കണ്ടിരിക്കണ 25 ലക്ഷം പേരാ. അപ്പോഴേ ഇവിടുത്തെ അതായത് നിങ്ങളെപ്പോഴും ഓർക്കണം, ഇങ്ങനെ എത്രയോ മനുഷ്യരെ അവിടെ ജീവിതം മുങ്ങിപ്പോയിട്ട് തിരിച്ചു പിടിച്ച സ്ഥലമാണ്. അവിടേക്ക് വരുമ്പോൾ ഒരു വൃത്തിമെനയുള്ള മനസ്സ് വേണ്ടേ? വൃത്തിമെനയുള്ള മനസ്സെന്താണ്? ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം? ഞാൻ എന്തിനാ ഉടമ്പടി എടുക്കണത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ. ഞാൻ എന്തിനാ ഉടമ്പടി എടുക്കണത്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. ഞാൻ എന്തിനാ ഉടമ്പടി എടുക്കണത്? സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ എന്ന ഒരു റീഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ദൈവത്തിന് നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകും. അത് നിങ്ങൾ വരുമ്പോൾ തന്നെ ദൈവത്തിന് പണി കൊടുക്കും. അയ്യോ ഞാനങ്ങനെ സാക്ഷ്യം പറയത്തില്ല, ഈ പത്രമാർക്ക് കൊടുക്കും, ആര് കൊടുക്കും? നിങ്ങൾ കൊടുക്കുക, ഞാൻ കൊടുക്കുക, എത്ര പേർ കൊടുക്കണം? അയ്യോ എത്ര പേർ കൊടുക്കും, എത്ര പത്രമുണ്ട്? ഇങ്ങനെ ഇതും പെരുക്കി നിങ്ങൾക്ക് നല്ലത് വെച്ച് ഒരു ചെമ്പരത്തിപ്പൂ ചെവി വെച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം. ഇങ്ങോട്ട് കയറരുത്, ഇത് സ്ഥലം വേറെയാണ്. നിങ്ങളെപ്പോലെയുള്ള പറ്റിപ്പ് പാർട്ടിക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. ദൈവത്തിന് വേണ്ടി നട്ടലോടുകൂടി ജീവിക്കാനും
കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ തന്നെ അവൻ കലവറയില്ലാതെ തന്നെ സ്നേഹിച്ചത്. അവൻ കുരിശോളം നമ്മളെ സ്നേഹിച്ചു. അവൻ നാണം കെട്ട് സ്നേഹിച്ചു. അതുപോലെ തിരിച്ചു സ്നേഹിക്കാൻ പാങ്ങുള്ളവനാണ് ഉടമ്പടി എടുക്കേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹത്തോടെ നിവർത്തിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിലുള്ള ഒരു നേർച്ച വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഉപ്പ് എന്തിൻ്റെ കൂടെ പ്രതീകമാണ്? ഉപ്പ് ദൈവത്തിൻ്റെ അവകാശമാണ്. ലെവ്യ 2:13 അനുസരിച്ചുകൊണ്ട് ഉപ്പെന്ന് പറയണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്തി നടപടി നടക്കുന്ന നമ്മുടെ സ്ഥലം, അല്ലെങ്കിൽ വിൽക്കാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ നടക്കാത്ത ഒരു കിട്ടാത്തൊരു ജോലി, അവിടെ കൊണ്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ കഴിവല്ല, ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 അനുസരിച്ചിട്ടാണ് ലെവ്യ 2:13 അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അവകാശമാക്കി മാറ്റുകയും. എനിക്കെൻ്റെ മേൽ അവകാശമില്ല, എനിക്ക് യോഗ്യതയില്ലെന്നാണ്. എനിക്ക് ജോലിക്ക് യോഗ്യതയില്ല, കാര്യം എന്നെക്കാൾ യോഗ്യതയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്. പിന്നെ എന്താണ്? ഇത് ദൈവത്തിൻ്റെ അവകാശത്തിലാക്കുന്നതാണ്. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് നിൻ്റെ കൃപ കൊണ്ടായിരിക്കും എനിക്കിത് കിട്ടുന്നത്. ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് ഉപ്പിടുന്നത്. പക്ഷേ ഉപ്പിടാൻ വേണ്ടി മാത്രം എന്തുമാത്രം ഉണ്ട്? അതിനുള്ള അധികാരിത വേണം. ദൈവത്തിന് തോന്നണം നീ ദൈവത്തിൻ്റെ ആളാണെന്ന്. അതാണ് വിഷയം. അത് ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അതിന് നീ സൽപ്രവൃത്തികൾ ചെയ്യണം, ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അതൊക്കെ ചെയ്തൊരു ഉപ്പിടുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ല വീട്ടിൽ ഇവിടെ വന്നിട്ട് നേരെ പോയി ഉപ്പും കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യത്തിൽ നിങ്ങളിൽ ഉപ്പുണ്ടാകാനവർ മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, അല്ലെ? 9:50 എടുത്ത് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 9:50. മർക്കോസ് 9:50. ഉപ്പ് നല്ലതാണ്, ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും. നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ. ആ ഉപ്പ് എന്താണ്? അത് മത്തായി 5:13 ഉപ്പാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്ത്? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങളിൽ ആ മർക്കോസ് 9:50 കൂടെ മത്തായി 5:13 ലിങ്ക് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഏറ്റു പറഞ്ഞേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? അടുത്ത വചനം വായിച്ചേ. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? നിങ്ങളിൽ സൽപ്രവൃത്തികൾ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയണത്. തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമേ അതിന് അർത്ഥം കിട്ടത്തുള്ളൂ. മർക്കോസ് 9:50 കൂടെ മത്തായി 5:16 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ഉപ്പിനെ കുറിച്ചാണ് പറയണത്, 2 സൽപ്രവൃത്തിയെക്കുറിച്ചാണ് പറയണത്. സൽപ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാവര പ്രവൃത്തി, ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. അപ്പം നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൽപ്രവൃത്തികൾ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കത്തില്ലേ, എന്ത് കൃപാവര പ്രവൃത്തിയാണ് ചെയ്തത്? കൃപാവര പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ അപ്പം തന്നെ സ്റ്റീൽ ഊരി തലക്കടിച്ച് വിടും. ഈ പിശാചിനെ എന്തിനാണ് സാക്ഷ്യം പറയാൻ കയറ്റിയത് ഞാൻ ചോദിക്കും. വല്ല കാര്യമുണ്ടോ?
ബുദ്ധിബോധമില്ലാതെ എവിടെ കയറി വന്നെന്ന് അറിയാൻ പോലെ ചെയ്തിരിക്കുക. കൃപാവരപ്രത്തിന് ചെയ്യാൻ പോകേണ്ടി ഇവർ ചെയ്തിട്ട് വേണം ദൈവത്തെ കഞ്ഞി വെക്കാൻ. അപ്പോൾ നിങ്ങൾ അഭ്യാസം കാണിക്കരുത്. നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ നിങ്ങൾക്കറിയാവോ, പണ്ട് ഞാൻ പഠിച്ച, അതായത് നമ്മുടെ ഈ വെള്ളമില്ലേ, ഈ ബേസം പോലെ ഇരിക്കുന്ന സാധനത്തിൽ എന്നാ പറയണത് പരീക്ഷണശാലയിൽ? ബേസം പോലെ ഒരു ചില്ലിൻ്റെ ഒരു സംഭവം ഇരിക്കും, ബേസൻ പോലെ. അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കടത്തി വിടും. കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ എന്താ ഉള്ളത്? ഹൈഡ്രജനും ഉണ്ടാവും, പിന്നെ എന്താണ് H2O, ഓക്സിജനും ഉണ്ടാവും. ഇപ്പം ഇത് തമ്മിൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കാരണം വെള്ളമായിട്ടിരിക്കണത്. പക്ഷേ വെള്ളത്തിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വിഘടിക്കും. എന്നിട്ട് ഇതിൽ ഈ കൂട്ടിപ്പിടുത്തം മാറിയിട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കും. സ്വതന്ത്രമായിട്ട് ചലിക്കുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, അതായത് അങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കറണ്ട് കടത്തി വിട്ടാലും ആ ചുറ്റുമുള്ള സ്ഥലത്ത് മാത്രമേ കറണ്ട് പ്രസരിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കറണ്ട് അവിടെ എവിടെയെങ്കിലും കറണ്ട് കമ്പി പൊട്ടിക്കിടന്നാൽ ഇവിടെ വന്നാൽ നമുക്ക് കറണ്ട് അടിക്കത്തില്ല. ആ സ്ഥലത്തുള്ള മീനൊക്കെ ചത്തു പോകുന്നേ ഉള്ളൂ. പക്ഷേ പ്രശ്നം എന്താണ്? ഇതിൻ്റെ അകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ കാര്യം മാറും. ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഒരു ബീക്കറിൻ്റെ അകത്ത് ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വയറ് കുത്തി വെക്കുകയാണെങ്കിൽ അടുത്ത സ്ഥലത്ത് എല്ലാം നല്ല ഷോക്കടിക്കും. പക്ഷേ ആ പാത്രത്തിൻ്റെ അറ്റത്ത് ഷോക്കടിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനകത്ത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറ്റണത്? ഉപ്പിൻ്റെ അകത്ത് ക്ലോറിനൊക്കെ ഉള്ളത് കാരണം ഇത് വിഘടിച്ചിട്ട് അയോണുകളുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് അയോൺ തന്മാത്രകളാണ്. അപ്പോഴേ ഉപ്പിട്ട് കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട വെള്ളത്തിൽ ഉപ്പ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരന്ന സ്ഥലത്ത് വളരെ അകലെ ഷോക്കടിക്കണ കാണാം. എന്താ കാര്യം? ഇതിനെ വിഘടിച്ചിട്ട് അയോണുകളായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിച്ച് മാറിയിട്ട് ഈ വൈദ്യുതി വഹിക്കുന്ന തന്മാത്രകൾ സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അറ്റത്തേക്കൊക്കെ ഉപ്പിടുമ്പോൾ ഷോക്കടിക്കണതിൻ്റെ കാരണം. എൻ്റെ മക്കളെ, ഇത് തന്നെ ടെക്നിക്ക് ഈ ഉടമ്പടിയും വന്നിരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്തതിന് ശേഷം സൽപ്രവൃത്തി ചെയ്യണത് കറണ്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഉപ്പിടണ പോലെയാണ്. എന്താ കാര്യം? അത് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. ഉടമ്പടി ചെയ്ത് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഉടമ്പടി ചെയ്തിട്ട് കൃപാവര പ്രവൃത്തി ചെയ്യണത് ഉപ്പിടണ പോലെയാണ്. കറണ്ടടിച്ച വെള്ളത്തിൽ ഉപ്പിടണ പോലെയാണ്. അത് അയോണുകളായിട്ട് പരന്ന് വരും. അപ്പോൾ ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളെയും കത്തിപ്പിടിക്കാൻ നല്ലത് സൽപ്രവൃത്തി തന്നെയാണ് എപ്പോഴും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉടമ്പടിയുടെ പവർ പ്രസരിക്കാൻ തുടങ്ങും. എപ്പോഴും നമ്മൾ ഓർക്കുകയാണ്, ഇപ്പം നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോകും, പെന്തക്കോസ്ത പെരുന്നാളിലേക്ക് പോകുമ്പോൾ ഈ സൽപ്രവൃത്തികൾ ഉടമ്പടിയുടെ ഫലങ്ങളെ എല്ലാ നിയോഗങ്ങളിലേക്കും കൊണ്ടുവരണതും, അല്ലെങ്കിൽ 1-2 നിയോഗങ്ങൾ ചെയ്ത് സൽപ്രവൃത്തി ഇല്ലെങ്കിൽ 1-2 നിയോഗം വെച്ച് തീർന്നു പോകും. നമ്മൾ 6 നിയോഗം ഇട്ടിട്ടില്ലേ? 6 നിയോഗങ്ങളും കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ സൽപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും മസ്റ്റാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, തിരുനാളിലേക്ക് ഒരുങ്ങുമ്പോൾ എന്റെ ഉടമ്പടിയെ ദൈവ ചൈതന്യം എന്റെ എല്ലാ നിയോഗങ്ങളിലേക്കും പരന്ന് പിടിക്കാൻ വേണ്ടി മാത്രം എന്നിൽ സൽപ്രവൃത്തികളുടെ ചൈതന്യം നിറക്കണമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളെല്ലാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ
നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ദൈവമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും 1-2 ദിവസങ്ങൾ അച്ഛനിവിടെ ഇല്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൃപാസനത്തിന് അച്ഛനൊരു ഘടകമല്ല. അച്ഛനെ കാണുന്ന ഒരു ദിവസം കാണുന്നത് വല്ലതും 10-55 പേരാണ് കാണുന്നത്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 100 പേര് കാണും. അപ്പം അച്ഛനെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അവർ ഒന്ന് വിളിച്ചിട്ട് വരണം, നല്ലതാണ്. അച്ഛനെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അവർ ഓഫീസൊന്ന് വിളിച്ച് വയ്ക്കണം, ഈ ദിവസം ഞങ്ങൾ ഇന്ന ദിവസം വരാൻ ഉദ്ദേശിക്കുന്നു, അച്ഛനുണ്ടോ എന്ന് ചോദിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനും അച്ഛൻ്റെ ഒരു ആവശ്യമില്ല. അത് മാതാവ് സ്വന്തമായിട്ട് സുന്ദരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസവും ഉടമ്പടി പുതുക്കാനും എടുക്കാനും ഉള്ളവർക്ക് ഏത് ദിവസവും വരാം. അച്ഛനെ കാണണമെന്ന് നിർബന്ധമുള്ള 10-100 പേര് മാത്രം ഒന്ന് വിളിച്ചിട്ട് വരണമായിരിക്കും എപ്പോഴും അവർക്ക് നല്ലത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളർവാദരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുനാമത്തിന് നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ഉയർന്ന വിദ്യാഭ്യാസത്തിന്, മേൽ വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് മേൽ ശ്രമിക്കുന്നവരുടെ മേൽ കർത്താവിന് കൃപ ചൊരിയട്ടെ. വൈവാഹിക തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, സമാധാനം ഇല്ലാത്തവരെ, ഭാര്യ ഭർത്തക്കന്മാരെ, വീട്ടിൽ താമസിക്കുന്നവരെ, വിദേശത്തുള്ളവരെ, നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നവരെ, ഇവിടെയുള്ളവരെ, ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നതിനായി പ്രാർത്ഥിക്കുന്നവരെ, എല്ലാവരുടെ മേലെ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ആരാധന
പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. ഗർഭാശയ രോഗികളെ, ഫിസ്റ്റുല രോഗികളെ, PCOD രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ക്യാൻസർ രോഗികളെ, കർത്താവേ നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, അണിപ്രതാടുന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായി ശക്തിയാൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. ആശുപത്രിയിൽ കിടക്കുന്നവരെ, ഈ ആഴ്ച ഓപ്പറേഷൻ നിശ്ചയിച്ചവരെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവുകൾ കൂടാത്തവരെ, പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രേഖാമൂലമുള്ള തടസ്സങ്ങൾ, രേഖകളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായവ കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ, സാങ്കേതിക പിഴവുകൾ മൂലം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നാമത്തിന് തടസ്സങ്ങൾ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം പോവുകയാണ്. 2 സിസ്റ്റർമാർ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. സിസ്റ്റർമാർ പ്രാർത്ഥനയ്ക്കായി മാറി നിൽക്കുന്നവരെ കൃപാസനത്തിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യവും നമ്മുടെ ഒരു കോൺവെൻറ്റ് പോലെ തന്നെ സിസ്റ്റേഴ്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സുമാരുടെ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർ കൃപാസനവുമായി മാനേജറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സമാപന ആശീർവാദം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും 2-ാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ,
82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.